ത്തിന് മഹത്വം കരേറ്റുന്നു. ഇന്നൊരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ സഭയായി നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ കൃപയെ നമ്മെ കാത്ത് മടക്കി വരുത്തിയല്ലോ. എല്ലാറ്റിനായും സ്തോത്രം. Thank God for allowing us to worship God this morning and also to bringing us back safely to worship God this morning. അനുഗ്രഹീതമായ ആരാധനാ സമയങ്ങൾക്കായിട്ട് ദൈവത്തിന്റെ മഹത്വം കരേറ്റുന്നു. I also thank God for the blessed opportunity we have worshiping God together. നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്ന അനുഗ്രഹീത ഗാനങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി ഒരുക്കി ആരാധിച്ച് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for all those who are involved in selecting the worship songs and leading us into an attitude and environment of worship. താങ്ക് യു ഏമി. വളരെ മനോഹരമായിട്ടുള്ള ദൈവവചനം ഇന്ന് രാവിലെ നമുക്ക് കേൾക്കുവാനും അതിൽ നിന്ന് പ്രേരണ പ്രാപിപ്പാനും ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I thank Amy for bringing the word this morning, and also I pray that it was useful and encouraging for all of us. നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ടത് അതാണ് വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ശിഷ്യത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നത്. We have been hearing about the true disciple and what are the foundational principles of discipleship. That's what we have been hearing from our young people. ഏമി പറഞ്ഞു, ഒരു ഒറ്റ സജഷൻ എടുത്താൽ പോലും അത് നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. Even if you take one of the suggestions she made this morning, that will be a blessing to each one of us. ഏമി പറഞ്ഞത് ദിവസേന ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ്. And she mentioned that you should start the day mentioning something. അത് എത്ര പേർ ഓർക്കുന്നുണ്ട്? How many of you said that? Remember? I love you Jesus, അല്ലേ? Amen. നമുക്ക് എല്ലാവർക്കും കർത്താവിന് കൃപ തരട്ടെ. നമ്മൾ രാവിലെ പറഞ്ഞ് ആരംഭിക്കാൻ മാത്രമല്ല, അങ്ങനെ ജീവിക്കാനും കർത്താവ് കൃപ തരട്ടെ. Not only to start the day that way, but to continue throughout the day with remembering God's goodness. നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ആരംഭിച്ച ഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. We're coming back to the same passage we read last Sunday. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 Thessalonians chapter 5 verse 12 through 15. ഒരിക്കൽ കൂടി അത് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായും ഇരിക്കുവിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ. 15-ാം വാക്യം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. Now we ask you, brothers, to respect those who work hard among you, who are over you in the Lord and admonish you. Hold them in the highest regard in love because of their work. Live in peace with each other. And we urge you, brothers, warn those who are idle, encourage the timid, help the weak, be patient with everyone. Make sure that nobody pays back wrong for wrong, but always try to be kind to each other and to everyone else. Amen. Amen. Hallelujah. Hallelujah. ലൈഫ് ഇൻ ദ ചർച്ച്, സഭയിലെ നമ്മുടെ ജീവിതം അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ 2-3 ആഴ്ചകളിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. So for the last week and this next coming week we're going to think about life in church. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നത്? So last week we talked about those who are laboring hard among you. How are they ministering to you in the church? അവർ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരാ. They work hard among you. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, അതിനെ വിശദീകരിച്ചു. And we talked about the details of the word that Paul uses there. അവർ നിങ്ങളെ ഭരിക്കുന്നവരാ. ഭരിക്കുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക, നിങ്ങളുടെ മേൽ ആക്കി വെച്ചിരിക്കുന്ന, കർത്താവാക്കി വെച്ചിരിക്കുന്ന. And Lord has placed them over you to provide leadership to you. അവർ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരാ, ഉത്സാഹിപ്പിക്കുന്നവരാ. They also admonish you and they also encourage you. അതെല്ലാം ശുശ്രൂഷിക്കുന്നവരുടെ
ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ കണ്ടത്. Those are the responsibilities of those who are ministering to us. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം, സഭ എങ്ങനെ പ്രതികരിക്കണം. So in response to that, we also talked about how the church should respond. നിങ്ങൾ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. And because of their work, you should show love to them. അവരെ നിങ്ങൾ അറിയണം, റെക്കഗ്നൈസ് ചെയ്യണം. You should recognize them. അവരെ സ്നേഹത്തോടെ വിചാരിക്കണം. And you should consider them in the highest regard in love. തമ്മിൽ സമാധാനമായിരിക്കണം. അത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം. So we concluded with saying that live in peace with each other. ഇന്ന് പാസ്റ്റർ റോയ് എബ്രഹാം തൻ്റെ ക്ലാസ്സിലും ഈ വിഷയത്തെക്കുറിച്ച് സമാധാനമായിരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ കീ വാസ്തവമായിട്ടുള്ളത് നമ്മളോട് പറയുവാനിടയായി. Pastor Roy Abraham talked about in Sunday school about the key of living in peace with each other. ഇന്ന് ഞാൻ ആ ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്തൊരു വിഭാഗത്തെക്കുറിച്ച് പറയാം. നാം എങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വർത്തിക്കണം. The second part of that message is how should we interact and deal with each other as members of the church. ഓരോരുത്തരും മറ്റുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം. How should we treat or respond to each other. അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വാൺ ദി അൺറൂളി, ക്രമം കെട്ട് നടക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കണം. And first thing says we urge those who are idle but warn them. ക്രമം കെട്ട് നടക്കുക. Those who are not living according to the standards of the word of God. അങ്ങനെയുള്ളവരും എല്ലാ കൂട്ടത്തിലും കണ്ടേക്കാം. And those kind of people are among every group. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't remember any of you are reminded of this example I gave you. ഒരു ലോബ്സ്റ്ററിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. I gave an example of lobsters. ഒരു ലോബ്സ്റ്ററിന്റെ ഉദാഹരണം എടുത്താൽ അതിന്റെ അവയവങ്ങളെല്ലാം മിസ്പ്ലേസ്ഡ്, എല്ലാം മാറ്റി നമ്മൾ സാധാരണ കാണുന്നത് പോലെയല്ല. And the lobster has disjointed members of its body. അതിന്റെ തലച്ചോറെന്ന് പറയുന്നത് കഴുത്തില, ത്രോട്ടില. And the brain of the lobster is in the throat. നെർവസ് സിസ്റ്റം അബ്ഡോമിനല. And the nervous system is contained in the abdomen. പല്ലെന്ന് പറയുന്നത് വയറ്റില. And the teeth is inside the stomach. കിഡ്നി തലയില. And the kidney is in the head. കാൽ ഉപയോഗിച്ചാണ് കേൾക്കുന്നത്. Most of the time it is listening using its feet. പാദങ്ങൾ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. And with its feet it tastes. അപ്പം എപ്പോഴും തൻ്റെ ക്ലോസിൽ ഏതേലും ഒന്നിനെ പ്രത്യേകം ഫേവർ ചെയ്യും. So it favors one of the claws always. ഒന്നുകിൽ റൈറ്റ് ക്ലോ അല്ലെങ്കിൽ ലെഫ്റ്റ് ക്ലോ. And either the left or the right claw. എന്ന് പറഞ്ഞാൽ എല്ലാം മെസ്ഡ് അപ്പാ. Everything is messed up inside a lobster. ക്ലോസ് അനാലിസിസിൽ വളരെ സൂക്ഷിച്ച് വിശകലനം ചെയ്ത പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. So if you look closely in many Christian lives, it is like that. കാണേണ്ടിടത്ത് പലതും കാണത്തില്ല. Many times what they ought to see, they don't see. ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസും ഇല്ല. Many times they ought to do what they don't do. ചെയ്യരുതാത്തതിന് പ്രാധാന്യം കൊടുക്കും. Give emphasis to those who they should not do. അപ്പൊ ക്രമം ഇല്ലാതെ നടക്കുക, ക്രമം തെറ്റി നടക്കുക. So they live disorderly or without any constraint. നമുക്കെല്ലാം ഇൻക്ലിനേഷൻ അങ്ങനെ അകത്ത് കിടക്കുന്നത്. And that is the natural inclination we have inside of us. Where the law is broken, അല്ലേ? നിയമം ഉള്ളിടത്താണ് നിയമരാഹിത്യം ഉണ്ടാകുന്നത്. And wherever there is a law, we tend to break the law. നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാനാണ് നമ്മുടെ ടെൻഡൻസിയും ഇൻക്ലിനേഷനും. Our natural tendency and inclination is to do the opposite of what we ought to do. മദ്രാസിൽ ഒരു കോളേജിൽ നടന്ന ഒരു സംഭവം പണ്ട് ഞാൻ കേട്ടത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും. I remember this story that happened in a college in Madras. അവിടെയുള്ള ഒരു കോളേജിൽ ഒരു പ്രത്യേക നിയമം ഉണ്ടായിരുന്നു, പുല്ലിന്റെ പുറത്തൂടെ നടക്കാൻ പറ്റത്തില്ല. And the rule was don't walk on the grass on the college campus. ആരെങ്കിലും സ്റ്റുഡന്റ് പുല്ലിന്റെ പുറത്തൂടെ ലോണിന് മുകളിൽ കൂടെ നടക്കുന്ന കണ്ടാൽ $5 ഫൈനാണ്. $5 ഫൈനാണ്. In those days was 5 rupee fine if anybody is caught walking on the grass. അപ്പം ഒരു ദിവസം പ്രിൻസിപ്പൽ തന്നെ കോളേജിന്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒരു സ്റ്റുഡന്റ് അതിൽ ധൈര്യമായിട്ട് ഇങ്ങനെ പുല്ലും പുറത്തൂടെ നടക്കുന്നു. As the principal was standing outside the veranda, he saw a student walking on the grass. അപ്പോൾ അദ്ദേഹം വിളിച്ചു, എടേ ഇങ്ങ് വന്നേ, നീ എന്തിനാ ഇതിന്റെ ഈ പുല്ലിൻ പുറത്തുകൂടെ നടക്കാൻ മേലെന്ന് അറിഞ്ഞുകൂടായോ എന്ന് ചോദിച്ചു. So the principal called the student and said, hey, don't you know that you're not supposed to walk on the grass? അപ്പം സ്റ്റുഡന്റ് പറഞ്ഞു, കുഴപ്പമില്ല സാറേ, ഞാൻ ഫൈൻ തന്നോളാം.
And the student said, no problem, I'll pay the fine. ഒരു 10 രൂപ നോട്ട് എടുത്ത് പ്രിൻസിപ്പലിന് കൊടുത്തു. And he took a 10 rupee note and gave it to the principal. പ്രിൻസിപ്പൽ 10 രൂപ നോട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് ആ ചേഞ്ച് പരതിക്കൊണ്ടിരിക്കുക. And principal put the $10 and he was looking for the change to give it back to the student. 5 രൂപ ബാക്കി കൊടുക്കണമല്ലോ. And he should give the $5 back. അപ്പം സ്റ്റുഡന്റ് പറഞ്ഞു സാരമില്ല സാറേ അടുത്ത പ്രാവശ്യം അത് ചാർജ് ചെയ്താൽ മതി. The student said, no problem, sir. Just consider that I will do it next time. You can take that money. എന്ന് പറഞ്ഞാൽ മാറാൻ ഒരു തീരുമാനമേ ഇല്ല, ഒരു താല്പര്യമേ ഇല്ല. Because there was no willingness or desire to truly change. ഞാൻ മുഴുവൻ മെസ്ഡ് അപ്പ് ആണ്, പക്ഷേ ഞാൻ ഇതിൽ തുടരാൻ പോവുകയാ. I am all messed up, but I'm going to continue in that mess. ക്രമം കെട്ട് നടക്കുന്നവര്, Unruly, walking unruly. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൺറൂളി എന്നുള്ളതിൻ്റെ അർത്ഥം സ്റ്റെപ്പിംഗ് ഔട്ട് വിത്ത് ഗോഡ്സ് കമാൻഡ്സ് എന്ന, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന, മാറി നടക്കുന്ന, വഴിമാറി നടക്കുന്ന ആളുകളെ കുറിച്ചാണ്. And the intent of the word that is used unruly is getting out of the boundary lines God has set aside for us and to walk outside of that. അപ്പം ദൈവത്തിന്റെ വചനത്തിനോ പ്രമാണങ്ങൾക്കോ അല്ല താല്പര്യം കൊടുക്കുന്നത്. So our desire is not for the word of God or the law of God. അകത്തു നിന്നുള്ള പാപത്തിന്റെ നിരൂപണങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമാണ്. And it is the desire of the inner man, the sinful man, that is what we are feeding. ദൈവം പലപ്പോഴും മനുഷ്യന്റെ എക്സ്റേ എടുത്ത് നോക്കിയേച്ച് അവരെ കുറിച്ചുള്ള റിപ്പോർട്ട് പറയുന്നുണ്ട്. And many times God looks at the X-ray of the human beings and says, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന വലിയ ജലപ്രളയമൊക്കെ അതിന്റെ ഫലമാണ്. and all the flood that we see in the book of Genesis are the results of those disobedience. മനുഷ്യന്റെ നിരൂപണമൊക്കെ ദോഷമുള്ളതാ. Every thought of a human being is sinful. ഇരമ്യാവ് അത് കഴിഞ്ഞ് അനേക വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് ശേഷം പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതാണ്. Jeremiah, a prophet, said many hundreds of years later, says every thought of a human being is warped. അപ്പൊ നമുക്കെല്ലാം ഉള്ളിൽ കിടക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, ഈ ലോകത്തിലെ ഇൻക്ലിനേഷൻ, അതിന് വശപ്പെട്ട് വിധേയരായി ജീവിക്കുക എന്നുള്ളതാണ്. So our natural inclination that we have inside is live a sinful life according to the desires of the world. ഈ അൺറൂളി എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ആകെപ്പാടെ ഒറ്റ പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. The word unruly is only used in the New Testament in this particular place. ഇത് വാസ്തവത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനലി ഒരു ആർമി സോൾജിയർ തന്റെ റാങ്കിൽ നിന്ന് മാറി നടക്കുന്നതാണ്. The word, the true content or the true meaning of that word is an army soldier walking away or living astray from the rules and the regulations. നമുക്കറിയാം, ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർ, ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. And those who are served in the army, those who understand the background, they understand what I'm talking about. ഒരിക്കലും ടോളറേറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. And that is something not tolerated at all in an army environment. ഏത് ആജ്ഞ കൊടുത്താലും അതിനെ ശിരസാ വഹിച്ചോണം. And every command that is given to a soldier, you should respect and do it. ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ല. And they don't have the ability to question the command. Yes sir എന്ന് പറഞ്ഞ് സല്യൂട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. They say yes sir and salute and just do what they are asked to do. ഈ പടയാളികൾക്ക് ജോലി ഇല്ലാതിരിക്കാൻ തോന്നിയാല്, if you think that the soldiers are not working and sitting idle, രാവിലെ ക്യാപ്റ്റനോ മേജറോ പറയും, ഇവിടെ കിടക്കുന്ന ഇഷ്ടിക എല്ലാം എടുത്ത് അങ്ങ് മൂലയ്ക്ക് കൊണ്ടിടാൻ പറയും. and the captain or the major, the commander says, take all these bricks and put it on the other side. Yes sir പറഞ്ഞ് അവരത് ചെയ്യും. And they say yes sir and they will obey the command. പിന്നെ വൈകുന്നേരം നോക്കുമ്പോൾ ഇവർക്ക് ജോലി ഒന്നുമില്ലേ, പിന്നെ ആ കമാൻഡർ ആ മേജർ പറയും. So if these soldiers are sitting idle, in the evening the commander will say, ഇതെല്ലാം എടുത്ത് തിരിച്ചവിടെ കൊണ്ടിടാം. so bring all those bricks back to this the place where it was. പിന്നെ സല്യൂട്ട് ചെയ്ത് അനുസരിക്കാനേ പറ്റത്തുള്ളൂ. And they will salute and obey the commander. ക്രിസ്ത്യ ജീവിതം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. I'm not saying Christian life is like that. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. But the word that is used is very significant. ഒരു തരത്തിലുള്ള ഇൻഡിസിപ്ലിനും അച്ചടക്കരാഹിത്യവും സമ്മതിക്കാത്തടത്ത് അൺറൂളിയായിട്ട് ക്രമം കെട്ട് നടക്കുന്നു. So when there should not be any exception to the rule where you should follow the rule, but even in those situations living without the law. അപ്പോൾ നമ്മളെ തന്നെ ഇതിൽ പിക്ചർ ചെയ്ത് നോക്കണം. We should picture ourselves in this situation. ഡിസോർഡർലി ബിഹേവിയർ നമുക്കുണ്ടോ? Do we have the disorderly behavior? ഡിസോർഡർലി ബിഹേവിയർ, ക്രമം കെട്ട് നടക്കുകയാണ്.
എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ആരംഭവാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. Ephesians chapter 2, the beginning part of it is very important. അവിടെ പറയുന്നുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, നമ്മെയും ഉയർപ്പിച്ചു. And those who were dead in our transgressions, he resurrected us, it says. നിങ്ങൾ അവയിൽ ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? How was your life when you were living in your transgressions? അന്ന് നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് And in നടക്കുന്നവരായിരുന്നു. those days, you were living according to the worldly standards. ആകാശത്തിലെ അധികാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. And you were under the authority of the standards of this world. അനുസരണക്കേടിന്റെ മക്കളായി You ജീവിക്കുന്നവരായിരുന്നു. were the children of disobedience. ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവനെ സേവിച്ചു And നടക്കുകയായിരുന്നു. you were serving Satan, who is the authority in this world. ജഡമോഹങ്ങളിൽ നടക്കുകയായിരുന്നു. You were living in your fleshly desires. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് You ജീവിക്കുകയായിരുന്നു. were doing the things that is pleasing to your carnal body. വൺസ് അപ്പോൺ എ ടൈം എന്നാ പറയുന്നത്. This is what happened before. ഒരിക്കൽ അങ്ങനെ ആയിരുന്നു, That is how we were once. എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല But എന്നാ പറയേണ്ടത്. today, we are not like that. That is what the author says. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടോ? Are you with us? ഇപ്പോൾ അങ്ങനെ അല്ലെന്നാ പറയേണ്ടത്. It says that today we do not live according to the standards of the world. പക്ഷെ പിന്നെ നമ്മൾ ഒരിക്കൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, മോചനം പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് പിന്നെയും ക്രമം കെട്ട ജീവിതം നമ്മളെ നയിക്കും. One day we were delivered by the blood of Jesus, we were saved, but yet our inclination is to go back and live according to those standards. ഇപ്പോഴും ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടക്കുകയാണ്. Even today we are living according to the desires of the world. ഇപ്പോഴും അനുസരണക്കേടിന്റെ മക്കളായി We ജീവിക്കുകയാണ്. are still the children of disobedience. ജഡമോഹങ്ങൾക്കനുസരിച്ച് നടക്കുകയാണ്. And we are living according to the carnal desires of our flesh. മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Whatever our mind desires, we continue to do. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ പാപങ്ങളുടെ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയി. And it says in Peter that we are short focused and we forget how we were living. ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണല്ലോ എന്ന് മറന്നുപോയി. He forgot that I am sanctified by the blood of Jesus. എന്റെ വായിൽ നിന്ന് ശാപവാക്കുകൾ, അബ്യൂസീവ് വേർഡ്സ് വരാൻ പറ്റത്തില്ലല്ലോ എന്ന് മറന്നുപോയി. I have forgotten that those words should not come out of my mouth. Those abusive words should not come out of my എനിക്ക് mouth. പാപത്തിന്റെ വഴിയെ നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് മറന്നുപോയി. I have forgotten I am not supposed to walk in the ways of sin. എന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതിൽ ഞാൻ ഏർപ്പെടുവാൻ പാടില്ലല്ലോ എന്ന് മറന്നുപോയി. I forgot that I should not be engaged in things that destroy my body. പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. And they have forgotten the sanctification that God allows. കേൾക്കുന്നുണ്ടോ? Are you listening to us? ഇത് നമ്മളെല്ലാവരോടും കൂടെയാണ്. It's applicable to all of us. പലതും നമ്മൾ പറയുന്നതും പലതും പ്രതികരിക്കുന്നതും ചെയ്യുന്നതും മറന്നുപോയേച്ചാ, പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നേച്ചാ. Many times our response and what we say, we forget that the sins were forgiven once. റോമാലേഖനം 11-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. In Romans chapter 11 there is a passage that terrifies us. അതെ, 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ്. And chapter 11 verse 22. അപ്പോസ്തലനായ പൗലോസ് പറയാ, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. So because of that, see the goodness and severity of God. Yes, ഒരു ഭാഗത്ത് നിങ്ങൾ ദൈവത്തിന്റെ ദയ കാണണം. On one side you see the kindness or goodness of God. മറുവശത്ത് ദൈവത്തിന്റെ ഖണ്ഡിതം കാണണം. The other side you should see the severity of his punishment. വീണവരിൽ അവന്റെ ഖണ്ഡിതം കാണണം. And those who have fallen, you should see the severity. ദയയിൽ നിലനിന്നാൽ ദൈവത്തിന്റെ ദയ കാണണം. But if you stay in goodness, then you will see the goodness of God. വീണവരെ നോക്കി ചിരിക്കാമെന്നല്ല പറയുന്നത്. Not to laugh at those who are fallen. ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രമായവരെ നോക്കി നമുക്ക് പിന്നെയും ന്യായവിധി പറയാമെന്നല്ല പറയുന്നത്. Not to judge those who have the hand of God was heavy on. ദൈവം നൽകുന്ന അവസരങ്ങൾക്ക്, മാനസാന്തരത്തിന് നൽകുന്ന അവസരങ്ങൾക്ക് ഒരു അറുതിയുണ്ട്. There is a limit to God's faithfulness and God's goodness and mercy. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയും. The word of God says the Holy Spirit will not
deal with you forever. മനം തിരിയുന്നില്ലെങ്കിൽ എന്റെ വാളിന് ഞാൻ മൂർച്ച കൂട്ടും. And if you don't turn your hearts, I will sharpen my sword. അപ്പോൾ ഇത് എല്ലാ കാലവും ഇങ്ങനെ തുടരാൻ പറ്റത്തില്ല. So the Holy Spirit will not deal with us forever. ഒരു ദിവസം വരും. There will be a day. പിന്നീട് നമ്മൾ മരണമെല്ലാം കഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാനിപ്പം I'm പറയുന്നത്. not talking about the judgment day where you stand in front of God. ഇവിടെ തന്നെ Even today, even in this ക്രമംകെട്ട് നാം world, നടക്കുകയാണെങ്കിൽ, if you are walking unruly, ഡിസോർഡർലി ബിഹേവിയർ ആണെങ്കിൽ, if you are living in disorderly behavior, ഇതിനൊരറുതിയുണ്ട്. there is a limit to that. അതിന് നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് വിഷയഭവിക്കേണ്ടതിന് വേണ്ടി ചില കാഴ്ചകൾ ദൈവം വെച്ചിരിക്കുകയാണ്. So God has revealed some things for our own eyes as an example. മരുഭൂമിയിൽ പട്ടുപോയവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. Apostle Paul says about those who have perished in the wilderness. ഇവിടെ റോമാലേഖനത്തിലും അതിൽ തന്നെ ആ പോയിന്റിൽ തന്നെയാ പറയുന്നത്. In the same thing is mentioned in Romans. അനേകർ വീണുപോയി. Many have fallen. വീണവരിൽ എന്ത് കാണണം? What should we see in those who have fallen? ദൈവത്തിന്റെ ഖണ്ഡിതം കാണണം. You should see the severity and God's hand on them. എല്ലാ കാലത്തും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നല്ല. God will not be merciful to you forever. ഞാൻ ഒരിക്കലും മാനസാന്തരപ്പെടാഞ്ഞാലും ദൈവം എന്നും ദയ കാണിച്ചുകൊണ്ടിരിക്കുമെന്നല്ല. That does not say that if you don't repent and continuously doing the same thing, He will show mercy forever. ഒരു ദിവസം ഒരു ഖണ്ഡിതത്തിന്റെ ദിവസമുണ്ട്. There is a day of reckoning. എന്നാൽ നാം നിൽക്കുകയാണെങ്കിലോ, ഇതുവരെ നിന്നു എന്നാണ് പറയുന്നതെങ്കിലോ, If you say that I am standing even today, അത് ദൈവത്തിന്റെ ദയയാൽ മാത്രമാണ്. only consider that as God's mercy on your life. നമ്മൾ പ്രശംസിക്കാനുള്ള കാര്യമൊന്നുമല്ല. There is nothing that we can be proud of. നീ നിൽക്കുകയാണെങ്കിൽ പറഞ്ഞുകൊള്ളണം, ഇത് ദൈവത്തിന്റെ ദയയാൽ മാത്രമാണ്. If you think you are standing only by the grace of God, മറ്റുള്ളവരൊക്കെ വീണുപോയിട്ട് ഞാനിതാ നിൽക്കുന്നെന്നല്ല പറയേണ്ടത്. you shouldn't say because all those people are fallen but I am standing. കർത്താവേ, മറ്റു പലരും വീണതുപോലെ ഒരുപക്ഷെ വീഴാൻ എനിക്കും സാധ്യതയുണ്ട്. Lord, it was possible for me to be fallen just like any of them. എങ്കിലും നീ എന്നോട് ദയ കാണിച്ചല്ലോ. Lord, thank you for showing mercy to നിന്റെ me. ദയയാൽ ഇന്ന് നിൽക്കുന്നല്ലോ. I am standing here because of your mercy. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു, ഞാൻ വന്നതല്ല, എന്നെ കൊണ്ടുവന്നതാ. That is what we are singing, that I did not come but I was brought here. ഞാൻ നേടിയതൊന്നുമല്ല, അവൻ എനിക്ക് തന്നതാ. It's not nothing that I have accomplished but He gave me as a gift. അവന്റെ ദയ, അവന്റെ ഗുഡ്നസ്, അതല്ലാതെ ഒന്നും പറയാനില്ല. His grace and His mercy and His goodness, that is the only thing we can claim. നമ്മൾ ഇന്നായിരിക്കുന്ന ദൈവത്തിന്റെ ദയയാല. Just because your existence is because of God's grace. വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ ദയയാൽ And it is മാത്രമാണ്. only by God's grace that you are standing in faith. അതിന് നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ So we നമുക്ക് constantly be reminded and be praising God for that. ഹല്ലേലൂയ. Hallelujah. അയ്യോ പ്രിയപ്പെട്ടവരെ, ഒരു അൺറൂളി ബിഹേവിയർ ഉണ്ടാകരുത്. Dear children of God, we should not be unruly. ദൈവവചനത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. Let us submit and surrender ourselves to the word for the word of God. എന്റെ വാക്കനുസരിക്കാനല്ല ഞാൻ പറയുന്നത്, Not obeying my words, ദൈവവചനത്തെ അനുസരിക്കുക. but obey the word of God. ഞാൻ ഇതിനായിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെന്ന് എത്ര പേര് How പറയും? many of you will say, I submit to obey the word of God? അനേകർ പട്ടുപോയ പോർക്കളത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. We are in the battlefield that many have perished. നമ്മൾ പാടാറുണ്ട് ആ പാട്ട്, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരെ എന്ന് പാടാറുണ്ടല്ലേ. We sing that Malayalam song, I see the bones scattered all over the place who have perished in this battlefield. അയ്യോ, ഈ ബാറ്റിൽ ഫീൽഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുക അങ്ങനെയുള്ള ഒരുപാട് പേര്. This battlefield is full of those bones who have perished. നമ്മളും അങ്ങനെ വീണു പോകണമോ? And should we also perish just like that? ഹല്ലേലൂയ. Amen. അവന്റെ ദയയാൽ നമുക്ക് നിലനിൽക്കുവാൻ ഇത്രത്തോളം സഹായിച്ചു. We are able to stand firm up to this point because of His grace and mercy. അവന്റെ ദയയാൽ മാത്രം ഇപ്പോഴും നമ്മളെ ശേഷിപ്പിച്ചിരിക്കുക. And that is the only reason we are being sustained. അവന്റെ ദയയാൽ മാത്രം ഇപ്പോഴും നമുക്ക് ആരോഗ്യമുണ്ട്. Because of His mercy we have health. അവന്റെ ദയയാൽ മാത്രം ഇന്നും ആരാധനയ്ക്ക് വരാനിടയായി. Because of His mercy we are able to come here and worship. നമ്മുടെ നല്ല പ്രവൃത്തിയൊന്നും അല്ലായിരുന്നു. Not because of any of our good works. കർത്താവേ, നിന്റെ ദയയാണല്ലോ. Lord, only because of your mercy. അൺറൂളി ബിഹേവിയറിൽ ഞാൻ ഇനിയും തുടരത്തില്ല. I will never continue in my unruly behavior. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ If there is anything we can be boastful, നമുക്ക് ഏറ്റുപറയാം ഇന്ന് let രാവിലെ. us confess that this morning. മുന്നോട്ട് പോകട്ടെ, വളരെ പെട്ടെന്ന് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. Let us go forward. We're going to conclude quickly. രണ്ടാമത്തെ കാര്യം അവിടെ പൗലോസ് പറയുന്നത്, The second thing Paul is saying, നിങ്ങൾ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. encourage the timid. Comfort the faint hearted, അല്ലേ?
Help the weak and comfort the faint-hearted. ഫെയിൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? What does faint-hearted means? സാധാരണ പറയാനുള്ള ചിക്കൻ ഹാർട്ടഡ് പീപ്പിൾ അല്ലേ? എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമൊക്കെ കാണിക്കും, പക്ഷേ അകത്ത് കരുത്ത് ഒട്ടുമില്ല. Many people there show a lot of enthusiasm, but inside they are fearful. വിശ്വാസി വരുമ്പം പറയും, കർത്താവേ എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം? And when they are enthusiastic, say, where should I give up my life? Where should I go? 15 വർഷം കഴിയുമ്പം പിന്നെ പാടും, ജീവിതമൊന്നും ശരിയായിട്ടില്ലയോ. After 15 years, they are saying, my life is still not right. നിസ്സാര കാര്യങ്ങൾ മതി ഇവരെ തളർത്തി കളയാൻ. It only simple things it takes to bring them down. ഫെയിൻ ഹാർട്ടഡ് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ലിറ്റിൽ സോൾസ് എന്നാ. ലിറ്റിൽ സോൾസ്. In one translation it says little souls or faint-hearted people. ഫീബിൾ മൈൻഡഡ്, ചഞ്ചല ഹൃദയരായ മനുഷ്യർ. And they are weak and feeble-minded. ഒരു സമയത്ത് ഭയങ്കര ആവേശമാ. Sometimes they are so enthusiastic. കർമ്മേലിന്റെ കൊടുമുടിയിൽ നിന്ന് തീ ഇറക്കിക്കൊണ്ടിരിക്കുക. And they were brought fire in the Mount of Carmel. അടുത്ത ദിവസം വേണ്ട ബേർശേബ ചൂരച്ചെടിയുടെ താഴെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ചു പോട്ട് കർത്താവേ. The other day then they are depressed under the tree and say, I want to die. നമ്മൾ മാത്രമൊന്നുമല്ല, പഴയ കാലത്തെ വീരന്മാരും എല്ലാം പലരും ഇങ്ങനെ ആയിരുന്നു. We're not talking only ourselves, but the great heroes of faith were just like that. Faint-hearted people. They were faint-hearted. ഒരുപാട് പേര് അങ്ങനെയുള്ളവർ ഒരുപക്ഷെ നമ്മളിലൊക്കെ ഉണ്ട്. So among us there will be a lot of faint-hearted people. ഇപ്പൊ നമുക്കൊരു മിനിസ്ട്രി ഉണ്ട് കേട്ടോ. We have a ministry now. ഒരുപാട് ലിറ്റിൽ സോൾസ് ഉള്ളത് കൊണ്ട്, because of the little souls we have, ചിക്കൻ ഹാർട്ടഡ് പീപ്പിൾ ഉള്ളത് കൊണ്ട്, because the chicken-hearted people, ഈ ചഞ്ചല ഹൃദയരായിട്ടുള്ള മനുഷ്യരുള്ളത് കൊണ്ട്, because of the wavering people, കർത്താവ് ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ട്. so God has given us a ministry. നിങ്ങളിൽ ശക്തിയുള്ളവർ, ബലമുള്ളവർ, കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവർ, those who are courageous and standing firm for the Lord, അവരെന്ത് ചെയ്യണമെന്നാ പറയുന്നത്? what should they do? അങ്ങനെയുള്ളവരെ ധൈര്യപ്പെടുത്തുവീൻ. You should encourage those faint-hearted people. നമ്മുടെ ഇടയിലും എല്ലാം ഉണ്ടല്ലോ ധാരാളം. We also have very timid people among us. വളരെ പെട്ടെന്ന് ക്ഷീണിച്ചും തളർന്നും പോകുന്നു. And they easily get disappointed and discouraged. അവരെ ധൈര്യപ്പെടുത്തണം. We should encourage them. അതൊരു വലിയ മിനിസ്ട്രിയാ. That is a great ministry. ആരെങ്കിലും തളർന്നും ക്ഷീണിച്ചു ഇരിക്കുന്നത് കണ്ടാൽ, if you see somebody weak and tired, അങ്ങനെയുള്ളവരോട് നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്. so you have a ministry towards them. ശക്തരായ നാം ബലഹീനരുടെ അശക്തി അല്ലെങ്കിൽ അവരുടെ ഭാരങ്ങളെ ചുമക്കണമെന്ന് എഴുതിയിരിക്കുന്നു. Those who are strong also carry their burdens. എത്ര പേരാ വിചാരിക്കുന്ന അവർ ശക്തരാന്ന്? How many of you think you are strong? നിങ്ങൾ ശക്തരാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനതയെ താങ്ങണം. So if you think you are strong, you should carry the burdens of others. ഹല്ലേലൂയ. Amen. ഈ തെസ്സലോനിക്കയിലെ ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തളർന്നു പോയി. The Thessalonian believers were very tired and weak. അവര് വിചാരിച്ചു കർത്താവിൽ പ്രത്യാശ വെച്ചവർ ദേണ്ട് മരിച്ചുപോയി, എല്ലാം മരിച്ചുപോയി. And they said, hey, all those who are dependent on God, they're all dead. ഒന്നുകിൽ അവർ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു, And we have lost them forever. അല്ലെങ്കിൽ Or റാപ്ചർ നടന്നു, ഉൽപ്രാവണം നടന്നു, അവരെല്ലാം എടുക്കപ്പെട്ടു, നമ്മൾ മാത്രം ഇവിടെ നിൽക്കുക. or the rapture has happened, we are the only ones left. ഞങ്ങള് ബനാറസിലായിരുന്നപ്പോൾ അവിടെ ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു തൻ്റെ ഭാര്യയുമായിട്ട് ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് വരിക. We were in North India in Benares. We knew a servant of God with his wife on the scooter. അപ്പോൾ ഒരു റെയിൽവേ ക്രോസിംഗ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. So they were crossing a railroad. അവിടെ വന്നപ്പം സ്കൂട്ടർ വളരെ സ്ലോ ചെയ്തു. So he slowed down the scooter as he was crossing. റെയിൽ ഇങ്ങനെ നടുക്കൂടി ഉള്ളത് കൊണ്ട് അതിന്റെ മുകളിൽ കൂടെ ബമ്പി ആയിരിക്കുന്നത് കൊണ്ട് ആ സഹോദരി ആ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി. So because the rail is bumpy, the sister got off the scooter. ഏതായാലും ഈ സഹോദരൻ അത് അറിഞ്ഞില്ല. So the pastor did not know that. അപ്പോൾ ഈ ക്രോസിംഗ് എല്ലാം പാസ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചു പോവുകയാണ്. And he passed the crossing and he kept on riding. കൂടെ ഭർത്താവിനോട് ഭാര്യയോട് വർത്താനം പറയുന്നുണ്ട്. And he was also talking to his wife. പക്ഷേ റെസ്പോൺസ് ഒന്നും വരുന്നില്ല. But there was no response. അപ്പോൾ റെസ്പോൺസ് ഒന്നും വരാതെ ഇപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യ കൂടെ ഇല്ല. And as he turned around, look, a wife is not behind the scooter. ഇത് ലിറ്ററലി നടന്ന കാര്യം. അദ്ദേഹം പറഞ്ഞു, അയ്യോ റാപ്ചർ നടന്നു. And he literally thought the rapture has happened. എന്റെ ഭാര്യ പോയി, ഞാൻ അറിഞ്ഞില്ലല്ലോ. My wife was taken, I did not know. തെസ്സലോനിക്കർ പറഞ്ഞു ഒരുപക്ഷെ റാപ്ചർ നടന്നതായതല്ലേ. And Thessalonians thought that the rapture has happened.
ഇവരെല്ലാം പോയി, നമ്മൾ മാത്രം ഇവിടെ ശേഷിച്ചു. All those people are gone and we are the ones left. നിങ്ങളൊക്കെ ഒരുപക്ഷെ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെയല്ലേ? And many of you may have dreams such that. കർത്താവ് വന്നു, കുറെ പേര് കൊണ്ടുപോയി, കുറെ പേര് തന്നെ ഞാനിവിടെ ശേഷിച്ചു. And the Lord came and some were taken and we are left here. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? Any of you had that dream? അപ്പം പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, Paul is saying, dear brothers, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ശേഷം മനുഷ്യരെ പോലെ അറിവില്ലാതിരിക്കരുത്. so don't be not knowledgeable about those who have gone from us. ഈ ക്രിസ്തുവിൽ മരിച്ചവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അറിയണം. You should know what happens to those who are dead in Christ. അതല്ല എന്റെ വിഷയം, ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. That is not my subject, because of that I'm not going there. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഡിസ്കറേജ്ഡ് ആകുന്നവരുണ്ട്. So there are many reasons why people are discouraged. അവരോടൊരു മിനിസ്ട്രി ഉണ്ട്. There is a ministry towards those people. ഒരു ദിവസം ഒരാളെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുമോ? Are you able to encourage one person in a day? ഒരു മണിക്കൂറിന്റെ കൗൺസിലിംഗ് ഒന്നും വേണ്ട. You don't need 1 hour counseling. ഒരു ഫോൺ കോൺവെർസേഷൻ. You can have a phone call to encourage someone. വെറുതെ ഗോസിപ്പ് ഒന്നും പറയാതെ, And don't say any gossip. മറ്റാരുടെയും കുറ്റം പറയാൻ സമയമെടുക്കാതെ, Don't talk about other people. How are you brother? How are you sister? Just ask them, how are you brother? How are you sister? I am praying for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഒരു സിറ്റുവേഷൻ അറിയാമെങ്കിൽ, അവർ ഡിസ്കറേജ്ഡ് ആണെന്ന് അറിയുന്നുവെങ്കിൽ, When you find out somebody is discouraged and disappointed, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. that's what we should do. ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്രമം കെട്ട് നടക്കുന്നവരെ നിങ്ങൾ ശാസിപ്പീനെന്നല്ല. And it doesn't say that those who are unruly scold them. ബലഹീനരെ, നിങ്ങളുടെ അശക്തരായവരെ നിങ്ങൾ ധൈര്യപ്പെടുത്തുവീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. And it says encourage the timid and the weak. ഫെയർ വെതർ ക്രിസ്ത്യൻസ് ഒരുപാടുണ്ട്. We have a lot of fair weather Christians. അല്ലേ? വെതർ അനുസരിച്ച് നിറം മാറും. നമ്മുടെ They change the situation based on the weather. എക്കണോമി അനുസരിച്ച് മാറും. Based on the economy. ഹെൽത്ത് അനുസരിച്ച് നമ്മുടെ സാക്ഷ്യവും നമ്മുടെ പ്രതികരണവും എല്ലാം മാറും. Based on the health that we change our tune. എന്തു വന്നാലും Regardless of what happens, കർത്താവിന് വേണ്ടി നിൽക്കും. I will stand firm for the Lord. എന്ന് പറയുന്നവരാക്കി എടുക്കണം നമുക്ക്. And that's why we need to change ourselves. ഈ മിനിസ്ട്രി പാസ്റ്റർമാർക്ക് മാത്രമുള്ളതല്ല. This ministry is not only for pastors. ഇതെല്ലാവർക്കും ഉള്ളതാണ്. Everyone has this ministry. ഓരോ ദിവസം ആരെങ്കിലും ഒരാളെയെങ്കിലും എൻകറേജ് ചെയ്യണം. You should encourage at least one person in a day. എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു. You should decide how you're going to do ഒരുപക്ഷെ that. ഒരു മിനിറ്റ് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലായിരിക്കാം. Maybe 1 minute you're praying for this person. ഒരുപക്ഷെ ഫോൺ എടുത്ത് ഒരു വാക്ക് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നതിലായിരിക്കാം. Maybe you take a phone and call them and for 1 second. ഒരുപക്ഷെ ചെറിയൊരു കൗൺസിലിംഗ്, ഒരു വചനം അയച്ചു കൊടുത്താൽ, Maybe sending him a text with the word of God. എന്താണെങ്കിലും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യും. Regardless of, somehow encourage someone. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. Encourage the timid and the weak. അടുത്ത കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ Let me അവസാനിപ്പിക്കാം. say one more thing and close. ബലഹീനരെ താങ്ങുവീൻ. And to help the weak. ആരായി ബലഹീനരെന്ന് പറയുന്നത്? Those who is weak. ഫിസിക്കൽ വീക്ക്നെസ് ആണോ? Is it talking about physical weakness? മാനസികമായിട്ട് Is it talking about mental weakness? അതോ ജനറൽ ആയിട്ട് വീക്ക്നെസ്സിനെ കുറിച്ച് പറയുന്നത്? Or is it talking about general weakness? അങ്ങനെയുള്ളവരെ അപ്ഹോൾഡ് ചെയ്യുക എന്നാ പറയുന്നത്. It says uphold those who are weak. എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തിനോടോ ഒരു അറ്റാച്ച്മെന്റ്, അതിനെ താങ്ങി നിർത്താൻ ഉപയോഗിക്കുന്ന ഒന്ന് എന്നാ അതിന്റെ അർത്ഥം. So upholding means you're supporting them in their weakness or holding them up. എന്തിനു വേണ്ടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? Why are we attached to them? എന്തിനെയോ താങ്ങി നിർത്തുവാനായിട്ട്. To uphold them or to keep them steady. അപ്പം വീഴാറായവരുണ്ട്. There are people who are about to fall. അവരെ താങ്ങി നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് And കഴിയും. to be able to support them and hold them straight. പലരും വിചാരിക്കുന്ന ചർച്ച് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആളുകളുടെ ഒരു കൂട്ടമാണ്. Many people think church is a group of body of perfect people. ചർച്ചിൽ ഒരു ഇംപെർഫെക്ഷനും കാണാൻ പാടില്ല. We should not see any imperfection in church. ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. I do not understand the word of God to say that. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവിടെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നാ ദൈവത്തിന്റെ വചനം. The word of God says those who are imperfect to make them perfect. That's what it says. അപ്പൊ നമ്മള്
വീക്ക് ആളുകൾ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ. So you cannot say weak people should not come to church. അങ്ങനെയുള്ള വരുമ്പോ പുറത്തു നിന്ന് കഥ കടച്ചേരെ. And will it close the door when the weak people ഇത് come? പെർഫെക്റ്റ് ആളുകളുടെ ഒരു This കൂട്ടമാണ്. is only a body of perfect people. അയ്യോ, അത് ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നില്ല. It is impossible to happen in this world. ഇംപെർഫെക്റ്റ് ആളുകളാണ് നമ്മൾ ഇപ്പോഴും. We are even today we are imperfect. നമ്മളെല്ലാം ഇംപെർഫെക്റ്റാ. Every one of us are imperfect. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ ഇംപെർഫെക്റ്റാ. I am imperfect that I'm preaching to എന്നെ you. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇംപെർഫെക്റ്റാ. Every one of you are hearing us is imperfect. അപ്പൊ നമ്മളിവിടെ എന്തിനാ പിന്നെ ആയിരിക്കുന്നത്? ഇവിടെ നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ആയിരിക്കുന്നത്? So why are we here then? അപ്പൊ നമ്മളിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുക. There is a building and construction going on in our ഏത് lives മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. to make us perfect in Christ. Amen. Amen. അപ്പം കഥ കടക്കിയല്ല വേണ്ടത്, പുറത്തൊരു ബോർഡ് എഴുതി വെക്കുകയാണ് വേണ്ടത്. We should not close the door but put a sign outside. Weak are welcome. Hey, all the weak people are welcome. ബലഹീനർക്ക് സ്വാഗതം. And those who are weak, come in. അപ്പം ആരെങ്കിലും ചോദിക്കാന്ന്, പാസ്റ്ററെ അങ്ങനെയുള്ളവർക്ക് വല്ല കുറവുണ്ടോ? And so you may ask, Pastor, is there a lack of such people? ചിലപ്പോൾ നമുക്ക് തോന്നും അല്ലേ, Sometimes we think that. ദാവീദിന്റെ അടുത്ത് ആകപ്പാടെ വന്നുകൊണ്ടിരുന്നവരെല്ലാം കടമുള്ളവരും ഞെരുക്കമുള്ളവരും പ്രയാസമുള്ളവരും. And all the people who came to David were in debt and they were weak and they didn't have needs. ഓൾറെഡി ഒരുപാട് ബലഹീനരുണ്ട്. There are many weak people. ഓൾറെഡി ഒരുപാട് പ്രാർത്ഥനാ റിക്വസ്റ്റുകളുണ്ട്. There are many prayer requests every Sunday. അതിന്റെ കൂടെ ഇനി വേണോന്ന് ആരും ചോദിക്കരുത്. Sometimes you may ask, do we really need more? ഇതാ ദൈവത്തിന്റെ വചനം But പറയുന്നത്. that's what the word of God says. ബലഹീനരെ താങ്ങുവീൻ. To uphold the weak. നമ്മുടെ ഇടയിൽ അത് നടക്കാൻ തക്കവണ്ണം ഇടയാകണം. I pray that it will happen among us. അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നു. There were no weak people among them, the word of God says. നമ്മുടെ ഇടയിൽ ഒരു ബലഹീനയും ഉണ്ടാകരുത്. Among us there should not be anybody weak because we are refused to help ഒരാൾ them. വിശ്വാസത്തിൽ ബലഹീനനാകുന്നു എന്ന് തോന്നുമ്പോൾ, If you are weak in your faith, വിശ്വാസത്തിൽ ശക്തരായവർ അങ്ങനെയുള്ളവരെ താങ്ങുവാൻ തക്കവണ്ണം ഇടയാകണം. those who are strong in faith should uphold them. ശാരീരികമായ പ്രയാസങ്ങളിൽ കൂടെ ഒരാൾ ബലഹീനതയിലാണെന്ന് തോന്നുമ്പോൾ, If you see somebody is weak in their body, എങ്ങനെ അപ്ഹോൾഡ് ചെയ്യാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. we should be thinking about how I can support and uphold that person. വീക്ക് ആളുകൾ ആരോ പറഞ്ഞതുപോലെ, we must make sure that weak people do not fall through the cracks. ഒരു വിടവിൽ കൂടെ വീക്കായിട്ടുള്ള ഒരു താഴെ വീഴാനായിട്ട് നമ്മൾ അനുവദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചർച്ചിൽ വന്നേ ചാരും ഇതിലുള്ള ക്രാക്സിൽ കൂടെ താഴെപ്പാനിടയാകരുത്. We should not allow any of our brothers and sisters to fall through the cracks. എവിടെയെങ്കിലും വിടവുകളുണ്ടെ അടച്ചോണം. But if there is any cracks, we should fill those gaps. ബലഹീനര് ശക്തി പ്രാപിക്കട്ടെ. And those who are weak become strong. പ്രോപ്പർട്ടിയുടെ ആളിനോടൊന്നും അല്ല ഞാൻ പറയുന്നത്. I'm not talking about the facility people. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയോടുവാ. I'm talking about every believer here. ഓരോ ശുശ്രൂഷകനോടും. Everybody who's ministering to others. എല്ലാവർക്കും ഒരു മിനിസ്ട്രി ഉണ്ട്. Every one of us have a ministry. ബലഹീനരെ താങ്ങുമീൻ. To uphold the weak. സ്തോത്രം. എൻ്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. Let me conclude my words. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവീൻ. Be patient with everyone. അത് വളരെ സവിസ്തരമായിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് പിന്നീട് പ്രവേശിച്ചോളാം. It is something that I need to elaborate, so I'm going to take that next time. ദീർഘക്ഷമ കാണിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട്? How many of you show a long suffering or being patient? നമ്മൾ ദീർഘക്ഷമ കാണിക്കാൻ ഒരുക്കവ സാഹചര്യങ്ങളോട്, വസ്തുക്കളോട്, കാലാവസ്ഥയോട് ഒക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിനോടൊക്കെ നമുക്ക് ദീർഘക്ഷമ കാണിക്കാൻ. We show patience with things that we have no control over, like the weather and the circumstances around us. എന്നാൽ ആളുകളോട് ദീർഘക്ഷമ കാണിക്കുന്നവർ എത്ര പേരുണ്ട്? But how many of you show patience towards others? ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക. It says to everyone you must be patient. കേൾക്കുന്നുണ്ടോ? Are you listening to us? അപ്പൊ നമ്മള് അറിഞ്ഞോ അറിയാതെ ഒരു ഇൻബിൽറ്റ് ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. Whether knowingly or unknowingly, we have an inbuilt system.
സാഹചര്യങ്ങളോടൊക്കെ ക്ഷമ കാണിക്കാം, പക്ഷെ ആളുകളോട് കാണിക്കാൻ പറ്റത്തില്ല. We can show patience towards circumstances, but towards people we are impatient. നമ്മൾ എണ്ണിക്കൊണ്ട് പറയും 2 പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചതാ. We count and say, I forgave them twice. പത്രോസ് ചോദിച്ചു 7 പ്രാവശ്യം ഒരു ദിവസം ക്ഷമിച്ചാൽ മതിയോ? Peter asked Jesus, should I only forgive them 7 times a day? കർത്താവ് പറഞ്ഞു, മോനെ നീ എത്ര മിടുക്കനാ. Jesus said, you are a smart guy. സാധാരണ യഹൂദന്മാരൊക്കെ പറയുന്നത് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. Jewish people say only forgive 3 times. നീ എത്ര കൃപ കാണിക്കുന്നു, അത് കൂട്ടി നീ 7 പ്രാവശ്യമാക്കി. How gracious you are, you said 7 times. അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? Is that what Jesus said? അല്ല പത്രോസേ, No, Peter. 70 വട്ടമാ. 7 times 70 you must ഒരു forgive. ദിവസത്തെ കാര്യമാണ് പറയുന്നത്. That is talking about one day. അല്ല ലൈഫ് ലോങ് അല്ല പറയുന്നത്. That is not talking about lifelong forgiveness. കർത്താവിന്റെ ഡിമാൻഡ് ചിലത് നമുക്ക് തോന്നിയേക്കാം വലിയ ബുദ്ധിമുട്ടാണ്. Sometimes we think the demands of Jesus are too harsh. പക്ഷേ സ്ലോലി നമുക്ക് ട്യൂൺ ചെയ്യണമല്ലേ. But we should slowly tune to his requirements. എന്നെ ആരെങ്കിലും ഭള്ളു പറഞ്ഞാലും, Even if somebody curse me, എന്നോട് ആരെങ്കിലും കോപിച്ചാലും, somebody get angry towards me, ഞാനൊരു ഡോർമാറ്റ് ആകണമെന്നല്ല ഞാൻ പറയുന്നത്. I'm not talking you should be a doormat. പക്ഷെ ക്ഷമിക്കാൻ നമുക്ക് പറ്റുമോ? Are we able to forgive? കോപമില്ലാതെ അവരെ ഓർക്കാൻ പറ്റുമോ? Can we think of them without anger in us? കോപമില്ലാതെ അവരുമായിട്ട് ദൈവത്തിന്റെ സന്നിധി പോകാൻ പറ്റുമോ? Are you able to take them to the presence of God without anger? ഹല്ലേലൂയ. Amen. ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണ് പ്രിയപ്പെട്ടവരെ. The Christian life is a practical life. നമ്മൾ വെറുതെ വന്നു കൂടി കുറേ പാട്ടും പാടി കുറേ പ്രസംഗവും കേട്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് ചില പ്രാർത്ഥനകളും കഴിച്ചു പോകുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. Christian life is not gathering together and to sing some songs and worship and do few things and go home. ക്രിസ്ത്യൻ ലൈഫ് അതിനേക്കാളെല്ലാം വളരെ പ്രായോഗികമായി തീരണം. Christian life should be more significant than that and more practical than that. ഇവിടെ എല്ലാവരും അന്യോന്യം കവർ ചെയ്യുന്നവരാകണം. I pray that every one of you cover each other. അന്യോന്യം താങ്ങുന്നവരാകണം, അപ്ഹോൾഡ് ചെയ്യുന്നവരാകണം. We should uplift and uphold each other. അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരാകണം. We should admonish each other. ഓരോരുത്തരെ കുറിച്ചുള്ള കൺസേൺ നമ്മുടെ ഉള്ളിൽ നിറയണം. We should be full of concern about others. ഹല്ലേലൂയ. Amen. ഞങ്ങളെ കേട്ടെന്ന് വിശ്വസിക്കുന്നു. I truly believe that you heard us. ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്താം. Let us surrender ourselves in the front of the presence of the word of God. അങ്ങനെ ഒരു സഭയായിട്ട് നമുക്ക് തീരണം. I pray that we will change according to be a church like that. ആ പ്രോസസ്സ് വളരെ ഊർജിതമായി നടക്കണമെങ്കിൽ അതിന് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. If you want that process to be vigorous, we need each one of us to be submitting ourselves. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray for that. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരും ദയവായിട്ട് കണ്ണുകളെ അടയ്ക്കുകയും തലകളെ കുനിയിക്കുകയും ചെയ്താട്ടെ. Everybody close your eyes and bow your heads. ഒരു പുതിയ സമർപ്പണം ഉണ്ടാകട്ടെ. Let us have a big commitment and a surrender. ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. Let us submit ourselves in front of the word of God. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, thank you for speaking to us again this morning, Lord. Help us to remember our leaders and encourage and be patient and support them, Father. The same way we have given us brothers and sisters who are truly weak among us, Lord, help us to uphold them. Those who are strong, lift them up in prayer to call and encourage them and edify and equip them, Lord. None of us are perfect, Lord. You are the only one that is perfect, Father. We live in a world that is full of flaws, oh God. Father, I pray that help us to look at us, not look at anybody else around us, Lord. This morning I pray the word will speak to me. Speak to each one of us, oh God, that we will encourage each other. We will uplift each other. We will be there for each other, oh God. That's what you have asked. Then this church will be fulfilling your purpose and your plan in this community and this world, oh God. Father, I pray that you equip us to do that. This not only today as we leave this place, in our workplaces, in our homes, in our community, that we will be representatives of you, Father. More than anything else, Lord, help us to please you. We thank you and thank you for encouraging the man of God to share with us this morning. We thank you and we praise you. In Jesus Christ, the Lord's precious name we pray. Amen. Amen.